ഹലോ. ഞാൻ അവളെ ഡോക്ടറെ കാണിച്ചിട്ട് വരുള്ളൂ. അമ്മ പള്ളിയിലുണ്ടാവില്ലേ? അപ്പൊ ശരി, നിങ്ങൾ പോയിട്ട് വായോ. ഞാൻ പള്ളിയിലുണ്ടാവും. ഓക്കെ. ആ ശരി, എന്നാ ഫോൺ വെച്ചു. വിഷമിച്ചിരിക്കണേ? കണ്ണിൽ കരണ്ട് പോയിട്ട് മോളെ. കുഴപ്പമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് ഇവിടെ കണ്ണിൽ കരട് പോയിരിക്കുന്നത്. പറയേ. അതിപ്പോ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പ്രായമായിട്ടില്ല എൻ്റെ മോൾക്ക് അത് പറയുമ്പോൾ. അത് കുഴപ്പമില്ല, പറഞ്ഞു. അതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെ ഒരു കൊച്ചിനെ തന്നിട്ടില്ല ദൈവം. അത് ഭയങ്കര വിഷമമാണ് അമ്മയ്ക്ക്. അതാണ് ഇരിക്കുന്നത്. അമ്മ കർത്താവിനെ നോക്കേ. അമ്മ കർത്താവിനോട് പറഞ്ഞാൽ എല്ലാം സാധിച്ചു തരും. ചിലപ്പോൾ സാധിച്ചു തരാൻ വൈകും, ചിലപ്പോൾ വേഗം സാധിച്ചു തരും. എന്തായാലും കർത്താവ് സാധിച്ചു തരാതിരിക്കില്ല. അപ്പം അമ്മയുടെ ഈ ഒരു പ്രാർത്ഥനയും കൂടി മോള് പ്രാർത്ഥിച്ച് തരണം കേട്ടാ. അമ്മ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിറങ്ങിക്കോ. എന്തായാലും ദൈവം കേൾക്കാതിരിക്കില്ല. എന്താ മോനെ? ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അവൾക്ക് വിശേഷം ഉണ്ടെന്ന്. ഉള്ളതാണോ? അതെ അമ്മേ, സത്യമായിട്ടും. മോള്, എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിനെ കണ്ടായിരുന്ന? അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ദൈവമേ, അത് പുണ്യാളത്തെയായിരുന്നോ? എന്തെന്നാ പറഞ്ഞേ? ഒന്നുമില്ല. സ്നേഹത്താലീശോതൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, ദൈവത്തിൻ ആരാമവീതിയിൽ എൻ്റെ പുണ്യാളത്തെ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് പ്രത്യക്ഷപ്പെടാൻ തക്ക യോഗ്യത തന്നല്ലോ. നന്ദി പുണ്യാളത്തെ, നന്ദി നന്ദി പുണ്യാളത്തെ. കൊച്ചു ത്രേസ്യേ